അല്ല, ഷാബു പ്രസാദ്, ഇന്ത്യയെ സംബന്ധിച്ച് സൗഹൃദ രാഷ്ട്രമാണ് ബംഗ്ലാദേശ്. അവിടുത്തെ ഭരണകൂടങ്ങൾക്ക്, പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യൻ ഗവൺമെൻറ്റുകളുമായി മെച്ചപ്പെട്ട ബന്ധം നിലനിർത്തി പോന്നിരുന്ന ആളാണ്, ഭരണാധികാരിയാണ്. അവർക്കൊരു ക്രൈസിസ് വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ഇങ്ങോട്ടാണ്. എനിക്ക് അവരുടെ മാത്രം പ്രശ്നമല്ല, ബംഗ്ലാദേശിലുണ്ടാകുന്ന ഈ അസ്ഥിരത ഇന്ത്യ എങ്ങനെ നോക്കിക്കാണേണ്ടുന്ന ഒന്നാണ്. അത് ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? കാര്യം ബംഗ്ലാദേശ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു അയൽരാജ്യമാണ്. ബംഗ്ലാദേശ് നേരിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ 4000 കിലോമീറ്ററാണ് ബംഗ്ലാദേശുമായിട്ട് ഭാരതത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു രാജ്യത്തുണ്ടാകുന്ന അസ്ഥിരതയും അസ്വസ്ഥതകളും നമ്മുടെ ഇന്ത്യയെയും ആശങ്കപ്പെടുത്തും. അത് തീർച്ചയായും അതിനെ ഗൗരവത്തോടെ കാണും എന്നുള്ളത് ഇതിൻ്റെ അകത്ത് സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് വളരെ നല്ല ബന്ധത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ ബംഗ്ലാദേശിൽ കൂടെ ധാക്ക വഴി ഉള്ള റെയിൽവേ ലൈനുകളും കൽക്കട്ടയെയും ത്രിപുരയെയും ബന്ധിപ്പിക്കുന്ന ബസ് റൂട്ടുകളും എല്ലാം, അതുപോലെ ഈ അടുത്ത സമയത്ത് ബംഗ്ലാദേശിലെ ഒരു തുറമുഖം നമ്മൾ ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ വളരെ വളരെ നല്ല ബന്ധത്തിൽ പൊയ്ക്കൊണ്ടിരിക്കവേ ഈ പ്രധാനപ്പെട്ട അയൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മുടെ രാജ്യത്തിന് കാണേണ്ടതുണ്ട്. ഇതേപോലെ കാര്യം ഇങ്ങനെയുള്ള ബംഗ്ലാദേശിൽ പണ്ട് പാകിസ്ഥാൻ്റെ ഭാഗമായിരിക്കവേ ബംഗ്ലാദേശിൽ ഉണ്ടായ ആ അസ്വസ്ഥതകളാണ്, അതാണ് പിന്നീട് വലിയ അഭയാർത്ഥി പ്രവാഹത്തിലേക്കും പിന്നീട് 1971 യുദ്ധത്തിലേക്കും പിന്നെ ബംഗ്ലാദേശ് വിമോചനത്തിലേക്കുമൊക്കെ നയിച്ചത് എന്ന ഒരു ചരിത്രം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കുന്നത്, ഷാബു, ഇത് നോക്കൂ, ഇതിനകത്ത് അസ്ഥിരത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജാഗ്രത ഉണ്ടാകും. നമ്മളിപ്പോൾ എന്താ പറയുന്നത്, BSF ഡിപ്ലോയ്മെൻ്റ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. എൻ്റെ ചോദ്യം, നമ്മളുമായി നല്ല ബന്ധത്തിലുണ്ടായിരുന്ന ഒരു രാജ്യം അയൽ രാജ്യങ്ങളുമായി മെച്ചപ്പെട്ട ബന്ധമുണ്ടാക്കി റീജിയനിൽ നമ്മുടെ ശക്തിയോടെ നിൽക്കുക എന്നാണല്ലോ നയതന്ത്രപരമായി നമ്മുടെ മിടുക്ക്. അതിനകത്തിപ്പോൾ വേറെ ഒരു ഗവൺമെൻറ് രൂപീകരിക്കപ്പെടുക, അതായത് ഷെയ്ഖ് ഹസീനയുടെ താല്പര്യത്തെ അപ്പുറം നിൽക്കുന്ന മറ്റൊരു താല്പര്യമുള്ള സർക്കാർ ഉണ്ടാവുക എന്നത് നമ്മളെ സംബന്ധിച്ച് നയതന്ത്രപരമായി നമുക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളുണ്ട് എന്നുള്ള തിയറി അവിടെ ഉണ്ട്. സോ ഷെയ്ഖ് ഹസീനയുടെ വിരുദ്ധ താല്പര്യവുമായി രൂപീകരിക്കപ്പെടുന്ന ഒരു സർക്കാരിൽ നമുക്ക് എന്തുമാത്രം നയതന്ത്ര പ്രതീക്ഷയുണ്ടെന്നൊരു ക്വസ്റ്റ്യൻ ഇല്ലേ? ഉണ്ട്, അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ചോദ്യം കറക്റ്റ് തന്നെയാണത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ പ്രക്ഷോഭം ഈ ഒരവസ്ഥയിലേക്ക് വളർന്നത് അത് കേവലം ആഭ്യന്തരമായ ഇടപെടലുകൾ കൊണ്ടോ ആഭ്യന്തരമായ ആ പ്രക്ഷോഭത്തിൻ്റെ ശക്തി കൊണ്ടോ മാത്രമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. തീർച്ചയായിട്ടും താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും തീർച്ചയായിട്ടും ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ ബംഗ്ലാദേശ് വഴിയുള്ള തന്ത്രപരമായ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ പറഞ്ഞ പോലെ ആ തുറമുഖമൊക്കെ ഏറ്റെടുത്ത് ആ രീതിയിലുള്ള ഒരു തന്ത്രപരമായ കാര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനിടയിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇവിടെ നേരെ എതിർ താല്പര്യങ്ങളുള്ള ഒരു വിഭാഗം അവിടെ അധികാരത്തിൽ വരുമ്പോൾ നയതന്ത്രപരമായി എങ്ങനെയായിരിക്കും പോവുക എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ക്യാബിനറ്റ് കമ്മിറ്റി ഫോർ സെക്യൂരിറ്റി ഒക്കെ കൂടുകയും കാര്യങ്ങളെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. കാര്യം ഇനിയുള്ള മുമ്പോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞില്ലേ, 4000 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഭാരതം. ചൈനയായാലും ശരി, പാകിസ്ഥാനായാലും ശരി, ഒക്കെ വളരെ ദൂരെ കിടക്കുന്ന രാജ്യമാണ്. 3 വശവും ഇന്ത്യയും ഒരു വശം കടലുമാണ് ബംഗ്ലാദേശിൽ. അതുകൊണ്ട് തന്നെ തന്ത്രപരമായി ഇന്ത്യയെ പിണക്കുക അല്ലെങ്കിൽ അങ്ങനെ മാറി നിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല. പക്ഷേ എന്നാൽ തങ്ങളെ സഹായിച്ചവരോടുള്ള കടപ്പാട് അവർക്ക് ഉണ്ട് താനും. കാര്യം ഈ സംഭവത്തിൽ, ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇന്ത്യയെക്കാൾ അധികം പ്രതിസന്ധിയിലാകാൻ പോകുന്നത് അവിടെ ഇനി വരാൻ പോകുന്ന സർക്കാരാവാനാണ് സാധ്യത. കാരണം ഈ രണ്ടും അവർക്ക് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. കാര്യം അതുകൊണ്ട് ഇന്ത്യയുമായ ഒരു ശത്രുതാ സമീപനം എടുക്കാൻ അവിടെ ഒരു സർക്കാരിനും കഴിയില്ല എന്നാണ് താങ്കളുടെ പോയിന്റ്.